പരിഭ്രാന്തരാവുകയോ പേടിപ്പിക്കേണ്ടയോ സാഹചര്യമില്ല. എങ്കിൽ പോലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഏറ്റവും ഒടുവിലത്തെ അലേർട്ടുകൾ മുന്നറിയിപ്പ് നമുക്ക് നൽകുകയാണ്. അത് നമ്മൾ കൃത്യമായി നോക്കേണ്ടതുണ്ട്. ഏറ്റവും ഒടുവിൽ രണ്ടിടത്താണ് ഇപ്പോൾ സംസ്ഥാനത്ത് റെഡ് അലേർട്ട് നിലനിൽക്കുന്നത്. അതായത് മധ്യകേരളത്തിലാണ് ഏറ്റവും ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരും എറണാകുളത്തും റെഡ് അലേർട്ടാണ്. അതിശക്തമായിട്ടുള്ള മഴ തന്നെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. പിന്നെ 8 ജില്ലകളിലായിട്ട് നമുക്ക് കാണാം. 8 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. വയനാട്, കോഴിക്കോട്, പാലക്കാട്, ഒപ്പം തന്നെ പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി ഈ ജില്ലകളിലാണ് നിലവിലിപ്പോൾ ഓറഞ്ച് അലേർട്ട് ഉള്ളത്. ഇനി നമ്മൾ ഏറ്റവും വടക്കത കണ്ണൂരും കാസർഗോഡും ഒപ്പം തന്നെ തെക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും യെല്ലോ അലേർട്ടാണ് നിലവിലുള്ളത്. ഇതാണ് ഓരോ ജില്ലകളിലെയും മഴ മുന്നറിയിപ്പ്. അതേസമയത്ത് തന്നെ നമ്മൾ നോക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് കേരള തീരത്ത് അത് തുടരും. മലയോരത്തും തീരദേശത്തും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. അറബിക്കടലിലെ ന്യൂനമർദ്ദം അത് തീവ്ര ന്യൂനമർദ്ദമാകുന്നു. ബംഗാൾ ഉൾക്കടലിൽ ചുഴലിക്കാറ്റ് രൂപപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പ് വരികയാണ്. ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കൂടിയാണ് ഈ വർഷത്ത് വരുന്നത്. അതായത് അങ്ങനെ ചുഴലിക്കാറ്റ് രൂപപ്പെടുകയാണെങ്കിൽ അതിന്റെ പേര് റിമാൽ എന്നുള്ള പേര് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും മഴ അതിശക്തി പ്രാപിച്ചു വരികയാണ്. നല്ല രീതിയിൽ കനക്കുകയാണ്. നല്ല ജാഗ്രതാ നിർദ്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ടും ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കുക, മുന്നറിയിപ്പുകൾ പാലിക്കുക, കൂടുതൽ കരുതലോടെ ഇരിക്കുക.